കുട്ടികളെ നമസ്കാരം. സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ ന ബ്രൂയാൽ സത്യമപ്രിയം പ്രിയം ച നാനൃതം ബ്രൂയാൽ ഏഷ ധർമ്മ സനാതന എന്നൊരു ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. സത്യം പറയണം, പ്രിയം പറയണം, അപ്രിയമായ സത്യം പറയരുത്, പ്രിയമാവട്ടെ എന്ന് കരുതി പൊളി പറയരുത്. ഇതാണ് സനാതനധർമ്മം അനുശാസിക്കുന്നത്. അത് വേറൊരു വിധത്തിൽ ഉറവങ്കര നമ്മെ മനസ്സിലാക്കി തരികയാണ്. ഭാഗം 2 6 ശ്ലോകത്തിൽ ബാലോപദേശത്തിൽ ശ്ലോകം ഇതാണ്: പൊയ്യോതിടാത്തവൻ അനുഗ്രഹ നിഗ്രഹങ്ങൾ ചെയ്യാം ക്ഷണേന നിജവായിലെ നാവിനാലെ ഈ ആര്യമായ രസനാധനം ആശു പൊയ്യാൽ കയ്യാളിടായിക ദുരിതം പെരുതാകുവാൻ നീ. പൊയ്യ് ഓതിടാത്തവന് നിജ വായിലെ നാവിനാലെ അനുഗ്രഹ നിഗ്രഹങ്ങൾ ക്ഷണേന ചെയ്യാം. ഈ ആര്യമായ രസനാഥനം ദുരിതം പെരുതാകുവാൻ നീ പൊയ്യാൽ ആശു കയ്യാളിടായിക എന്നാണ് ഇതിൻ്റെ അന്വയം വരിക. പൊയ് എന്നാൽ വ്യാജം, പൊളി, ഭോഷ്ക് എന്നൊക്കെ അർത്ഥം. അപ്പോൾ പൊയ്യോതിടാത്തവന്, അതായത് പൊളി പറയാത്തവന്, സത്യനിഷ്ഠ പാലിക്കുന്നവന്, അനുഗ്രഹ നിഗ്രഹങ്ങൾ, അതായത് നല്ലത് വരട്ടെ എന്ന് ആശംസ കൊടുക്കാനും നശിച്ചു പോട്ടെ എന്ന് ശപിക്കാനും ഉള്ള കഴിവുകൾ, അതാണ് അനുഗ്രഹ നിഗ്രഹങ്ങൾ. അവർക്ക് അത് ക്ഷണേന പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതാണ് സത്യനിഷ്ഠയുടെ ശക്തി. മഹർഷിമാരെ അമോഘ വാക്കുകളാണെന്ന് പറയും. അവർ പറഞ്ഞാൽ അത് സത്യമായി വരും, പഴക്കലില്ല എന്നർത്ഥം. പിന്നെ കവി ഉത്തരാർദ്ധത്തിൽ പറയുന്നത് എന്താണ്? ഈ ആര്യമായ, അതായത് ശ്രേഷ്ഠമായ രസനാധനം, നാവിലിരിക്കുന്ന സ്വത്ത്, അതിനെ ആശു പെട്ടെന്ന്, വളരെ വേഗത്തിൽ, പൊയ്യാൽ പൊളികൊണ്ട്, ഭോഷ്കുകൊണ്ട്, കയ്യാളിടായിക അധിക ചെലവ് ചെയ്യരുത്. അതായത് നാവിനുള്ള ഈ ശക്തി, അതിനെ നീ നശിപ്പിച്ച് കളയരുത്. പൊളി പറയൽ വഴി അതിനെ നശിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ എന്താണ് ദോഷം? ദുരിതം പെരുതാകുവാൻ നീ, ദുരിതം പെരുതായി വരും. അത് കാരണം നീ, ദുരിതം എന്നാൽ എന്താ? പാപം, ആപത്ത്, ദോഷം എന്നൊക്കെ അർത്ഥം. അത് പെരുതായി വരിക എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വരിക. അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ നീ പൊളി പറയരുത്. ചുരുക്കി പറഞ്ഞാൽ സത്യമേ പറയാവൂ, പൊളി പറയരുത്. പൊളി പറഞ്ഞാൽ നാവിൻ്റെ ശക്തി നശിക്കും എന്ന് മാത്രമല്ല, ദുരിതങ്ങൾ അനവധി വന്നുവിടുകയും ചെയ്യും. ഒരു പൊളി പറഞ്ഞാൽ അത് ശരിയാണെന്ന് കാണിക്കാനായിട്ട് വേറെ പൊളി പറയേണ്ടി വരും. അപ്പോൾ പിന്നെ ആരോട് എന്ത് പൊളിയാണ് പറഞ്ഞത് എന്ന് ഓർത്തു വയ്ക്കണം, അല്ലെങ്കിൽ പിന്നീട് വാക്ക് മാറ്റി പറയേണ്ടി വരും. അല്ലെങ്കിൽ എളുപ്പം അത് പിടിക്കപ്പെടുകയും ചെയ്യുന്നർത്ഥം. സത്യം പറഞ്ഞാൽ ഈ വിഷമമൊന്നുമില്ല. അപ്പോൾ സത്യം പറയണം, സത്യം എന്താണെന്ന് മാത്രം ഓർത്തു വച്ചാൽ മതി ആണ് ചുരുക്കത്തിൽ. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. പൊയ്യോതിടാത്തവനനുഗ്രഹ നിഗ്രഹങ്ങൾ ചെയ്യാം ക്ഷണേന നിജവായിലെ നാവിനാലെ ഈ ആര്യമായ രസനാധനം ആശു പൊയ്യാൽ കയ്യാളിടായിക ദുരിതം പെരുതാകുവാൻ നീ. മഹർഷിമാരുടെ അനുഗ്രഹ നിഗ്രഹ ശക്തി കാണിക്കുന്ന ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിശ്വാമിത്ര മഹർഷി തൻ്റെ യാഗരക്ഷയ്ക്ക്
അസുരന്മാർ വന്ന് യാഗം മുടക്കാൻ വരുമ്പോൾ അവരെ നിഗ്രഹിക്കാൻ വേണ്ടി, അവരിൽ നിന്ന് യാഗത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമനെ, അന്ന് ശ്രീരാമന് 16 വയസ്സുള്ള സമയമാണ്, തൻ്റെ കൂടെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞ് ദശരഥൻ്റെ മുമ്പിൽ വന്നപ്പോൾ ദശരഥൻ ആദ്യമൊന്നും മടിച്ചു അത്രേ. പകരത്തിന് ഞാൻ വരാം, ഇയാൾ വളരെ കുട്ടിയല്ലേ, 16 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്നും മറ്റും പറഞ്ഞ് നോക്കി. അപ്പോഴേക്കും വിശ്വാമിത്രന് കോപം വന്നു. നശിക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ന എന്ന് പറഞ്ഞപ്പോഴേക്കും ദശരഥൻ അദ്ദേഹത്തിൻ്റെ കാക്കൽ പോയി വീണ് മാപ്പ് അപേക്ഷിച്ച് ശ്രീരാമനെ വിട്ടുകൊടുത്തു എന്നും, അപ്പോൾ വിശ്വാമിത്രൻ ന എന്ന് തുടങ്ങിയതിൻ്റെ ബാക്കിയായിട്ട് നാവട്ടെ പറഞ്ഞാൽ നന്നാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നും ഒരു കഥ കേട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ മഹർഷിമാരുടെ അനുഗ്രഹ നിഗ്രഹങ്ങൾ അതും ക്ഷണേന വളരെ പെട്ടെന്ന് ചെയ്യാനുള്ള കഴിവിനെ കാണിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അത് സാന്ദർഭിക ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഈ ശ്ലോകം പഠിച്ചു വയ്ക്കുക, പുതിയ വാക്കുകൾ കണ്ടത് എഴുതി വയ്ക്കുക, ബാക്കി കാര്യങ്ങൾ നോക്കുക. അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.